ധീരകേസരി സത്യസാക്ഷ്യവചനം മൊഴിഞ്ഞു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. നബിതങ്ങൾ തക്ബീർ ചൊല്ലി അല്ലാഹു അക്ബർ. മറ്റുള്ളവരും തക്ബീർ ചൊല്ലി ആഹ്ലാദം അലയടിച്ചുയർന്നു. ഉമർ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, മരണത്തിലും ജീവിതത്തിലും നാം സത്യത്തിലല്ലേ? അതെ ഉമർ, നാം സത്യത്തിലാണ്. അല്ലാഹുവിന്റെ റസൂലേ, പിന്നെന്തിനാണ് നാം ഇവിടെ ഒളിച്ചിരിക്കുന്നത്? അങ്ങ് പുറത്തേക്കിറങ്ങിയാലും ഞാൻ കൂടെ ഇറങ്ങാം. സത്യമതം നമുക്ക് വിളംബരം ചെയ്യാം. ആ അഭിപ്രായം നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിച്ചു. എല്ലാവരും പുറത്തിറങ്ങി 2 വരിയായി നിന്നു. ഒരു വരിയുടെ മുമ്പിൽ ഹംസ റളിയല്ലാഹു അൻഹു, മറ്റേ വരിയുടെ മുമ്പിൽ ഉമർ റളിയല്ലാഹു അൻഹു. അവർ ഉറക്കെ വിളിച്ചു പറഞ്ഞു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. പ്രകൃതി പോലും കോരിത്തെരിച്ചു നിന്നുപോയി. അവർ മുമ്പോട്ടു നടന്നു. തക്ബീർ ധ്വനികൾ ഉച്ചത്തിലുയർന്നു. മലഞ്ചെരിവുകൾ പ്രതിധ്വനിച്ചു. ആളുകൾ അത് കേൾക്കുന്നു, പകച്ചു നിൽക്കുന്നു. കഅബാലയത്തിലേക്കാണവർ നീങ്ങുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. നേതാക്കൾ കേട്ടു, സാധാരണക്കാർ കേട്ടു, വിദേശികളും സ്വദേശികളും കേട്ടു. മുമ്പിൽ നടക്കുന്നവരെ ശ്രദ്ധിച്ചു. ഹംസ, ഉമർ, 2 ശക്തികേന്ദ്രങ്ങൾ പുണ്യമക്കയിൽ നല്ലൊരു ശക്തിപ്രകടനം വിജയകരമായി പൂർത്തിയാക്കി. ഉമർ റളിയല്ലാഹു അൻഹു ദാറുൽ അർഖമിലെ നിത്യസന്ദർശകനായിത്തീർന്നു. നബിതങ്ങൾക്ക് പ്രവാചകത്വം ലഭിച്ചതിനു ശേഷമുള്ള 6 വർഷക്കാലമത്രയും ഇസ്ലാമിന്റെ ശബ്ദം അടിച്ചമർത്താനാണ് താൻ ശ്രമിച്ചത്. ഇനി ഇതിന് പ്രായശ്ചിത്തം ചെയ്യണം. ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പ്രഖ്യാപിച്ചു, ഇതുവരെ ഞാൻ കുഫ്രിലായിരുന്നു. കുഫ്രിലായിക്കൊണ്ട് ഞാൻ എവിടെയെല്ലാം പോയിട്ടുണ്ടോ അവിടെയെല്ലാം ഞാൻ ഈമാനിലായിക്കൊണ്ടുപോകും. മക്കയിലെ തെരുവുകളിൽ, മണൽ പ്രദേശങ്ങളിൽ, അവിടെയെല്ലാം ഉമർ നടന്നു ചെന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ചൊല്ലിക്കൊണ്ടാണ് നടന്നത്.